ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഈശോയെ, നിനക്ക് ആരാധന. കർത്താവേ, പരിശുദ്ധനെ, ദിവ്യകാരുണ്യമേ, നിനക്ക് ആരാധന. കർത്താവേ, തെഹില്ല ആരാധനയുടെ പുതിയൊരു ദിവസം ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കുവാൻ, തിരുമുഖം ദർശിക്കുവാൻ നീ നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് കർത്താവേ, നിനക്ക് നന്ദി. ഇന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഗത്സമനിയിലെ നിന്റെ പ്രാർത്ഥനയാണ്. കർത്താവേ, ഗത്സമനിയിലെ പ്രാർത്ഥന ധ്യാന വിഷയമാക്കുമ്പോൾ രക്തം വിയർത്ത് നീ പ്രാർത്ഥിച്ച നേരത്ത് നിന്റെ ശിഷ്യരോടായി നീ പറഞ്ഞ ആ ഒറ്റവാക്യം ഞങ്ങളൊന്ന് തിരുസന്നിധിയിലിരുന്ന് ധ്യാനിക്കട്ടെ. എന്നോടൊപ്പം അല്പസമയം ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? കർത്താവേ, പിതാവിൻ്റെ തിരുമുമ്പാകെ അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എന്ന് നീ ചങ്കുപിടഞ്ഞു പ്രാർത്ഥിച്ച നേരത്ത് നീ ആഗ്രഹിച്ചത് ആരെങ്കിലുമൊക്കെ ഒന്ന് ചാരത്തുണ്ടായിരുന്നെങ്കിൽ, ഒന്നടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഈശോയെ, സമാനമായി ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഗത്സമനിയുടെ നേരത്ത്, സങ്കടങ്ങളിലൂടെ ഞാൻ കടന്നുപോയ നേരത്ത്, കർത്താവേ, ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചത് ആരെങ്കിലുമൊക്കെ ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് ഉണർന്നിരുന്ന് എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്നാണ്. ഏറ്റവും അധികം നൊമ്പരപ്പെട്ടതും അങ്ങനെ ആരും ഇല്ലാതായി പോകുന്നല്ലോ കർത്താവേ എന്നോർത്ത് തന്നെയാണ്. ഈശോയെ, എൻ്റെ ഗത്സമനി അനുഭവങ്ങളിൽ എൻ്റെ കൂടെ ഇരിക്കുവാൻ, എന്നെ ഒന്ന് ബലപ്പെടുത്തുവാൻ, എന്നോടൊപ്പം ഒരുമിച്ച് തിരുമുമ്പാകെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ നീ എനിക്ക് തുണ നൽകണമേ. കർത്താവേ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന നല്ല സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ നീ എനിക്ക് നൽകണമേ. അതോടൊപ്പം കർത്താവേ, തിരുസന്നിധിയിൽ ഞാൻ ധ്യാനിക്കുന്നു. എന്നെ തന്നെ ഞാൻ ആത്മശോധന ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ മാതാപിതാക്കളോ, എൻ്റെ ജീവിത പങ്കാളിയോ, എൻ്റെ മക്കളോ ഒക്കെ, അതും പോരാ, അതിനപ്പുറത്ത്
എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ചാരത്ത് സമീപത്തൊക്കെ ഉള്ളവർ, അവരൊക്കെ ഗത്സമനിയിലൂടെ കടന്നുപോയ നേരങ്ങളിൽ ഒന്നുണർന്ന് അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈശോയെ, ഞാൻ തിരിച്ചറിയുകയാണ്, ഗത്സമനിയുടെ നേരങ്ങളിൽ പ്രിയപ്പെട്ടവരെ പോലും ഞാൻ ഒറ്റയ്ക്കാക്കി കളഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ ഒന്നിരുന്ന് അവരുടെ പ്രാർത്ഥനകളിൽ പങ്കുപറ്റുവാൻ എനിക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ഈശോയെ, ഞാൻ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. എപ്പോഴാണ് എനിക്ക് മറ്റൊരാളുടെ പ്രാർത്ഥനകൾക്ക് കൂട്ടിരിക്കാൻ കഴിയുന്നത്? ഈശോയെ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് അത്തരമൊരു കൃപയ്ക്കായിട്ടാണ്. സങ്കടപ്പെട്ട് കണ്ണു നിറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കൂട്ടായി ഞാൻ മാറട്ടെ. അവരുടെ കൂടെ ഒന്നിരിക്കുവാൻ, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കൊന്ന് കഴിയട്ടെ. ഈശോയെ, ഇന്ന് തിരുമുമ്പാകെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ 2 കാര്യങ്ങളാണ്. തമ്പുരാനെ, നിന്നെപ്പോലെ ഞാനും ജീവിതത്തിൽ പല ആവർത്തി ചെറുതെങ്കിലും ഗത്സമനിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാനും ആഗ്രഹിക്കുന്നു, ആരെങ്കിലുമൊക്കെ ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. കർത്താവേ, സഹനത്തിൻ്റെ വേളകളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകാതിരിക്കട്ടെ. ഒപ്പം ഞാനായിട്ട് ആരെയും ഒറ്റപ്പെടുത്താതിരിക്കട്ടെ. സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് കൂട്ടിരിക്കുവാൻ, അവർക്കൊരാശ്വാസമാകുവാൻ, നാഥാ, എളിയവനായി എന്നെ നീ ഉപകരണമാക്കണമേ. കാൽവരി ക്രൂശിലെ സ്നേഹം പകർന്നിടാൻ എന്നെയും നാഥ നീ പ്രാപ്തനാക്കൂ. മരക്കുരിശാൽ നാഥൻ മലമേലേറിയോൻ എന്തൊരു വേദന നീ സഹിച്ചു, എന്തൊരു വേദന നീ സഹിച്ചു. യേശുവേ, എന്നേശുവേ, നൽകണേ നിൻ സ്നേഹമെന്നിൽ. യേശുവേ, എന്നേശുവേ, നൽകണേ നിൻ സ്നേഹമെന്നിൽ. കാൽവരി ക്രൂശിലെ സ്നേഹം പകർന്നിടാൻ എന്നെയും നാഥ നീ പ്രാപ്തനാക്കൂ. മരക്കുരിശാൽ നാഥൻ മലമേലേറിയോൻ എന്തൊരു വേദന നീ സഹിച്ചു, എന്തൊരു വേദന നീ സഹിച്ചു. യേശുവേ, എന്നേശുവേ, നൽകണേ നിൻ സ്നേഹമെന്നിൽ. യേശുവേ, എന്നേശുവേ, നൽകണേ നിൻ സ്നേഹമെന്നിൽ.